നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2010 ആൽഫയുടെ സഹകരണത്തോടെ ആരംഭിച്ച ഒയാസിസ് പാലിയേറ്റീവ് കെയർ ക്ലബ് കിരണം 2025 ഭിന്നശേഷി കുട്ടികൾക്കായുള്ള മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിൽ 40ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന കിരണം 2025 തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ IPS ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ കെ മീനാക്ഷി അധ്യക്ഷത വഹിച്ചു. ഒയാസിസ് സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ മുബാറക് സ്വാഗതം പറഞ്ഞു. ഒയാസിസ് ഫൗണ്ടർ ഡോക്ടർ ലത രാജ്, ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, പ്രൊഫസർ ടി കൃഷ്ണകുമാർ, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് ചന്ദ്രൻ, ആൽഫ തൃശൂർ സെന്റർ വൈസ് പ്രസിഡന്റ് തോമസ് തോലത്ത്, മുഹമ്മദ് ഫവാസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊല്ലം ജില്ലയിലെ ആൽഫയുടെ രണ്ടാമത്തെ സെന്റർ പുനലൂർ ആസ്ഥാനമായി ആരംഭിക്കുന്നതിനായി അടിയന്തര യോഗം ചേർന്നു. കൗൺസിലിന്റെ നിലവിലുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനവും സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തീയതി അടക്കമുള്ള കർമ്മ പരിപാടികൾ തീരുമാനിക്കുന്നതിനുമായുള്ള യോഗത്തിൽ ലിങ്ക് സെന്റർ പ്രസിഡന്റ് അനിൽകുമാർ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ ആർ അംജിത് കുമാർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു, കൗൺസിൽ അംഗങ്ങളായ മാത്യു വർഗീസ്, ശശിപിള്ള, സന്തോഷ് കുമാർ, റോയ് സക്കറിയ, ബിജുലാൽ, തോമസ് VI, ആശ്രമത് ബാബു, രാഹുൽ രാജ് എന്നിവർ പങ്കെടുത്തു. ആൽഫ തറവാടും ലിങ്ക് സെന്ററുകളും സന്ദർശിക്കാനും മാർച്ച് മാസത്തിൽ തന്നെ പുനലൂരിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും യോഗം തീരുമാനിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജിൽ സൈക്കോളജി വിഭാഗം 1ാം വർഷ വിദ്യാർത്ഥികൾ ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ സന്ദർശിച്ചു. പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി പുനർജനി ഹാൾ സന്ദർശിച്ച വിദ്യാർത്ഥികൾ ചലനശേഷി പരിമിതപ്പെട്ട് സേവനം നേടാൻ എത്തുന്നവരുമായി സംവദിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് അജിത് രമേശ് പ്രാക്ടിക്കൽ ക്ലാസിന് നേതൃത്വം നൽകി. സെന്റർ പ്രസിഡന്റ് KA ഖദീജാബി പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ആൽഫ നെടുമങ്ങാട് സെന്റർ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. A സുരേഷ് കുമാർ പ്രസിഡന്റ്, R ഗോപകുമാർ സെക്രട്ടറി, B അശോക് കുമാർ ട്രഷറർ എന്നിവരാണ് ഭാരവാഹികൾ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.